ഹായ് ഗേസ്, അബീസ് വസലി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് തേങ്ങാപ്പാലിൻ്റെ സോപ്പാണ്. കുഞ്ഞു കുട്ടികളെയൊക്കെ കുളിപ്പിക്കാൻ നല്ലത് തേങ്ങാപ്പാലിൻ്റെ സോപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒരു മുറി വേണ്ട, അരമുറി തേങ്ങയുടെ പാലെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് പിഴിഞ്ഞിട്ട് ഒരു കപ്പിലെടുത്ത് വെച്ചത് 100 ml ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ടൈറ്റാനിയം ഡയോക്സൈഡ് സോൾവ് ചെയ്ത് വെച്ചത് ഉണ്ട്. ഞാനൊരു 2 ഗ്രാമേ എടുത്തിട്ടുള്ളൂ. ക്രീമി ടെക്സ്ചറായിട്ട് കിട്ടണമെങ്കിൽ, അതായത് വൈറ്റായിട്ട് ഫുള്ള് വൈറ്റായിട്ട് ട്രാൻസ്പെറൻ്റായിട്ട് വേണ്ടെങ്കിൽ ഒരു 5 ഗ്രാം വരെ എടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചേക്കണം എല്ലാം നമ്മളെപ്പോഴും സോപ്പ് ഉണ്ടാക്കണ പോലെ എല്ലാ ഐറ്റംസും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സോൾവ് ആവാൻ വേണ്ടി വെക്കണം. രസകരമായിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ. ഞാനൊരു 2019 സോപ്പ് ഉണ്ടാക്കാൻ പഠിക്കുന്നത്. ആ സമയത്ത് അതിൻ്റെ ഐറ്റംസുകളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. ട്രാൻസ്പെറൻറ്റ് സോപ്പ് ഉണ്ടാക്കാൻ കേട്ടോ. മറ്റേ സോപ്പ് കോൾഡ് പ്രോസസ്സിങ് ഉണ്ടാക്കാൻ 2004 പഠിച്ചതാണ്. ട്രാൻസ്പെറൻറ്റ് സോപ്പ് ഉണ്ടാക്കാൻ പഠിക്കണത് 2019. അങ്ങനെ 2019 സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ സ്റ്റിയറിക് ആസിഡിൻ്റെ മുകളിലും കാസ്റ്റിക് സോഡയുടെ മുകളിലും സ്റ്റിക്കറില്ലാത്ത കാരണം കൊണ്ട് എനിക്കറിയില്ല. ഞാൻ രണ്ടും ഇട്ടു. കാരണം 2ൻ്റെ മുകളിലും സ്റ്റിക്കറില്ല. അപ്പോൾ എനിക്കറിയാം ഇത് ഏതാണെന്ന്. കാരണം രണ്ടും കാണുമ്പോൾ ഒരുപോലെ ഇരിക്കും. അന്നത്തെ കാലത്ത് സ്റ്റിയറിക്ക് ഇപ്പോൾ ചെറിയ തരികളായിട്ടാണ് വരുന്നത്, പരൽ പോലെ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം കിട്ടണത് അങ്ങനെയാണ്. ഇതിനെക്കാട്ടും ചെറിയ തരിയാണ് ചിലപ്പോൾ കിട്ടുക. പക്ഷെ അന്ന് സ്റ്റിയറിക് ആസിഡിനെയും കാസ്റ്റിക് സോഡേനെയും കണ്ട ഒരേപോലെ ഇരുന്നിരുന്നു. അപ്പം ഞാൻ രണ്ടും എടുക്കേണ്ട അളവ് രണ്ടും 2 വ്യത്യാസ അളവാണ്. സ്റ്റിയറിക് ആസിഡ് എടുക്കേണ്ട അളവിൽ ഞാൻ കാസ്റ്റിക് സോഡ എടുത്ത് ഞാൻ ഇതേപോലെ പാത്രത്തിലെല്ലാം വെച്ചു. മെൽറ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ എന്താണ്ടായി, ആകെ കട്ട കുത്തി. എനിക്കറിയണില്ല ഇത്. അന്ന് തന്നെ ഇത് പഠിപ്പിച്ചത് ഒരു ലേഡിയാണ്. അവർ വിദേശത്താണ്, ഇപ്പോൾ നമ്മുടെ കേരളത്തിലില്ല. അപ്പോൾ അവരെ വിളിച്ച് ചോദിച്ചു നോക്കുമ്പോൾ അവർക്കും അറിയണില്ല, എന്താണ് സംഭവിച്ചെന്ന് പറഞ്ഞുതരാൻ അറിയണില്ല. അവസാനം എനിക്കന്നൊന്നും അറിയില്ല ഇതിനെക്കുറിച്ച്. ഞാൻ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. ഞാൻ അതിനെടുത്ത് ദൂരെ കളഞ്ഞു എന്ന് പറയാം. അതായത് കളഞ്ഞു സത്യം പറഞ്ഞാൽ. പക്ഷെ അത് എങ്ങനെയാണ് സോൾവ് ചെയ്യാന്നുള്ളത് പിന്നീട് ഞാൻ പഠിച്ചു. കാരണം നമ്മൾ പഠിക്കും തോറാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യും തോറാണ്. നമ്മൾ തിയറി മാത്രം ബുക്കിൽ പഠിച്ചിരുന്നിട്ട് സോപ്പ് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു ടെക്സ്ചറിൽ അന്നത്തെ സോപ്പ് എൻ്റെ ഇരുന്നു. എനിക്കത് എന്ത് ചെയ്യണം, ആരോടാ ഒരു സൊല്യൂഷൻ ചോദിക്കുക, ആരെ അറിയില്ല അന്ന്. ഇങ്ങനെ ആകെ കട്ടയായിട്ടിരുന്നു. ഇപ്പോൾ ഞാൻ ആ ലൈവ് ഒഴിച്ചപ്പോൾ ആകെ കട്ട കുത്തിയിരുന്നില്ലേ, ഇതേപോലെ കട്ട കുത്തിയിരുന്നു. പക്ഷെ ഇന്ന് ഇത് ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്തിട്ടാണ് അത് മാറ്റിയെടുക്കാമെന്ന് എനിക്കറിയാം. പക്ഷെ അന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഇത്തിരി കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്താൽ അത് എന്താ പറയുക, കറക്റ്റായിട്ട് സോൾവ് ആയി വന്നോളും. അന്ന് അതിനുള്ള എന്താ പറയുക, അറിവുമില്ല, അതിനുള്ള ക്ഷമ ഉണ്ടായില്ല. എന്നിട്ട് ഞാൻ ആ സോപ്പ് ബേസ് കളയുക ചെയ്തത്. പിന്നീട് പല തരത്തിൽ സോപ്പ് ഉണ്ടാക്കാൻ പഠിച്ചപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചു. അതായത് നമ്മൾ പഠിക്കും തോറാണ് നമുക്ക് ഓരോ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോൾ പുട്ടിന് പൊടി നനച്ച പോലെയായില്ലേ. ഇങ്ങനത്തെ ഒരു പരുവത്തിൽ അന്ന് എടുത്തപ്പോൾ ഞാൻ പേടിച്ചു പോയി. എനിക്കിതറിയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പഞ്ചസാര ലായനി മാറ്റി വയ്ക്കുക. പഞ്ചസാര ലൈ ഒഴിച്ചതിന് ശേഷം മാത്രം പഞ്ചസാര ലായനി ഒഴിക്കുക. അപ്പോൾ എന്താ ഗുണം വെച്ചാൽ ഇത് തനിയെ സോൾവ് ആയിക്കോളും. നമ്മളായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. കണ്ടില്ലേ, അത് സോൾവായി വന്നു തുടങ്ങി. കാരണം ഇത്രയേ ഉള്ളൂ പ്രശ്നം. പക്ഷേ നമ്മൾ പഠിക്കണ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാതിരിക്കുന്ന ടൈമിലൊക്കെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും. കാരണം ഞാനാണെങ്കിൽ അന്ന് 1 കിലോനാ തോന്നുന്നു ഉണ്ടാക്കാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ. അപ്പോൾ നമുക്ക് പഠിക്കുമ്പോൾ പല രീതിയിലും തെറ്റ് വരണം. നമ്മൾ അതായത് എല്ലാത്തിലും സക്സസ് ആവല്ല വേണ്ടത്. കാരണം നമുക്ക് അപ്പോഴാണ് അതിനെക്കുറിച്ച് നമുക്ക് പുതിയൊരു കണ്ടുപിടുത്തം, അല്ലെങ്കിൽ പുതിയൊരു അറിവ് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഫെയിലായിട്ട് വരണം. അപ്പോൾ ആ ഫെയിലാവുമ്പോഴാണ് നമുക്ക് പുതിയ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ കണ്ടോ,
സോൾവായി. പക്ഷേ ഇതന്ന് അവർക്ക് പറഞ്ഞുതരാൻ കഴിഞ്ഞില്ല. കാരണം അവർ പറഞ്ഞ മെത്തേഡിൽ പഞ്ചസാര ലായനി ലൈ സൊല്യൂഷൻ ഒഴിക്കണാട്ടി മുന്നേ പഞ്ചസാര ലായനി ഒഴിച്ചിട്ടാണ് ലൈ ഒഴിക്കാൻ അവർ പറയണത്. പക്ഷേ ഞാൻ കണ്ടുപിടിച്ച നമ്മൾ ഓരോ സമയത്ത് സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഞാൻ പുതിയ പുതിയ കാര്യങ്ങളാണ് ചെയ്ത് നോക്കാറ്. അപ്പോൾ അത് സോൾവായി വന്നു. ടെൻഷൻ അടിക്കേണ്ട യാതൊരു വക കാര്യമില്ല. പക്ഷെ കോൾഡ് പ്രോസസ്സിങ്ങിലാണ് ഇത്തരം അവസ്ഥ വരണമെങ്കിൽ അതിനെ നന്നായി ഇങ്ങനെ ചീകിയിട്ട് നമ്മൾ ഇതൊക്കെ ചീകില്ലേ, എന്താ പറയുക, ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ ചീകണം, അതേപോലെ ചീകി എടുത്തിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കണം. ഇത്തരം ഈ ഒരു ടെക്സ്ചറിൽ ആഡ് ചെയ്ത് കൊടുത്താൽ അതും സോപ്പായി മാറി കേട്ടോ. അത് പ്രത്യേകിച്ച് എടുത്ത് കളയേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഏത് സോപ്പാണ് നിങ്ങൾ അങ്ങനെ ആയിപ്പോയെങ്കിൽ, കട്ട കുത്തിപ്പോയെങ്കിൽ അതിനെ ചെറിയ ചീകി എടുക്കുക. ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൽ നമ്മളെല്ലാം ഒഴിച്ചു കഴിഞ്ഞു, പഞ്ചസാര ഒഴിച്ചു, ലൈ ഒഴിച്ചു, എല്ലാം ഒഴിച്ചു കഴിഞ്ഞു, എല്ലാം ആയി. അപ്പോൾ ഇനി ഞാനിതിൽ തേങ്ങാപ്പാലാണ് ഒഴിക്കാൻ പോണത്. പക്ഷേ ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കണ കാര്യമല്ല പറയണത്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വന്ന കോൾഡ് പ്രോസസ്സിങ്ങിൽ അങ്ങനെ കട്ടയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ചീകിയിട്ട് ഇപ്പോൾ കുറച്ചൊരു 100 ഗ്രാം 200 ഗ്രാമൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ അതും സോപ്പായി കിട്ടും. ഇനി ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഒരു 100 ml തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഒരു മാറ്റവും സംഭവിക്കില്ല. അപ്പോൾ എൻ്റെ ഒരു കസ്റ്റമർ എൻ്റെ നിന്ന് സോപ്പ് ബേസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഗോട്ട് മിൽക്ക്. അപ്പോൾ അവർക്ക് ട്രാൻസ്പെറൻറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഗോട്ട് മിൽക്കിൽ ട്രാൻസ്പെറൻറ്റ് സോപ്പ് ബേസ് ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഇങ്ങനെ തന്നെ ഇരുന്നു. അപ്പോൾ അവർ വിചാരം ഞാനിതിൽ ഗോട്ട് മിൽക്ക് ആഡ് ചെയ്തിട്ടില്ല എന്നാണ്. അപ്പോൾ നമ്മളിതിൽ ട്രാൻസ്പെറൻസി പോയിട്ട് ഗോട്ട് മിൽക്കിൻ്റെ ഒരു കളർ ഷെയ്ഡ് അല്ലെങ്കിൽ ആ ഒരു ഇത് വരണമെങ്കിൽ നമ്മൾ എന്താ ആഡ് ചെയ്ത് കൊടുക്കണം, ടൈറ്റാനിയം ഡയോക്സൈഡ് ആഡ് ചെയ്ത് കൊടുക്കണം. അല്ലാതെ ഒരിക്കലും ഇതിൽ നമ്മൾ ഗോട്ട് മിൽക്ക് ആയാലും എന്ത് ഐറ്റംസ് ആയാലും, മിൽക്ക് ഐറ്റംസ് എന്ത് ഐറ്റംസ് ആഡ് ചെയ്താലും ഇതുപോലെ തന്നെ ഇരിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ വൈറ്റ് ഷെയ്ഡിലേക്ക്, ഇപ്പോൾ നല്ല വൈറ്റ് ആവണമെങ്കിൽ ട്രാൻസ്പെറൻസി മുഴുവൻ പോയിട്ട് വൈറ്റ് ആവണം, സോളിഡ് ബേസ് ആണെന്നുണ്ടെങ്കിൽ 5 ഗ്രാം ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു കഷ്ടി 1 ഗ്രാം 1.5-2 ഗ്രാമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണുള്ളൂ കേട്ടോ. തേങ്ങാപ്പാൽ ഫുള്ളും ആ സോപ്പ് ബേസിൽ ആഡായി കഴിഞ്ഞു. പക്ഷേ നമുക്കത് തേങ്ങാപ്പാൽ ബേസാണെന്ന് പറയാൻ പറ്റുമോ? നിങ്ങളുടെ മുമ്പിലാണ് ഞാൻ ഉണ്ടാക്കിയത്, പക്ഷേ നമുക്കത് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനിതാ ടൈറ്റാനിയം ഡയോക്സൈഡ് ഞാനൊരു 2 ഗ്രാമേ എടുത്തിട്ടുള്ളൂ. 5 ഗ്രാം വരെ 1 കിലോയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ചുറ്റും നിറയെ കിളികളാണ്. ഒരു പാടത്തിൻ്റെ നടുവിലാണ് ഇരിക്കണത്. അപ്പോൾ നിറയെ കിളികൾ ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭയങ്കര ബഹളമായിരിക്കും. നല്ല രസമാണ് കേട്ടോ, നേരം പോക്കാണ്, കേൾക്കാനും നല്ല രസമാണ്. ചിലപ്പോൾ ഒക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും. ഈ കുളക്കോഴിയൊക്കെ വന്ന് കരയുമ്പോഴേ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഞാൻ എടുത്ത 2 ഗ്രാം തന്നെ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ, ഞാൻ 5 ഗ്രാം എടുത്തിട്ടില്ല. അപ്പോൾ ചെറിയ കുട്ടികളില്ലേ, ജനിച്ച 1 മാസം മുതലിപ്പോൾ നമ്മൾ ബേബി സോപ്പ് ഒക്കെ ഉപയോഗിക്കണില്ലേ, അതേപോലെ അത്രയും നാച്ചുറലാണിത്. കാരണം നമ്മളിതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു. പിന്നെ ഇതേപോലെ തന്നെ ഇനി ഫുള്ളായിട്ട് വെർജിൻ കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് ചെയ്യാം, പക്ഷേ കോസ്റ്റ്ലി ആവുന്നു മാത്രം. കണ്ടില്ല, ഒരു വൈറ്റ് ഷെയ്ഡിലേക്ക് പോയി ട്രാൻസ്പെറൻസി പോയിട്ടുമില്ല. അപ്പോൾ നമ്മളിത് തേങ്ങാപ്പാൽ സോപ്പാണെന്ന് മറ്റുള്ളവരെ അറിയിക്കണമെങ്കിൽ ആൾക്കാർ വിശ്വസിക്കില്ല. അപ്പോൾ അതിൻ്റെ വേരിയേഷൻ മനസ്സിലാക്കി പറഞ്ഞു കൊടുത്താൽ മതി. കാരണം ഇതിൽ വൈറ്റ് ആഡ് ചെയ്യാൻ നമുക്ക് വൈറ്റ് കളർ ഇല്ല. അപ്പോൾ വൈറ്റ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ടൈറ്റാനിയം ഡയോക്സൈഡ് തന്നെ ആഡ് ചെയ്യാനുള്ളൂ. നമ്മൾ കൂടുതൽ ഇളക്കും തോറും പത കൂടാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് ഇളക്കും തോറും പത കൂടും. അപ്പോൾ സൾഫേറ്റ് ഫ്രീ എന്ന് പറയുമ്പോൾ നല്ല ബബിൾസ് വരുമ്പോൾ സൾഫേറ്റ് ഫ്രീ സോപ്പല്ല. ചെറിയ ചെറിയ മൈന്യൂട്ടായ ബബിൾസാണ് സൾഫേറ്റ് ഫ്രീ ഉണ്ടാവുക.
ഒരു മയിൽ വന്നിട്ട് എൻ്റെ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. മയിൽ എൻ്റെ വീടിൻ്റെ മുകളിലും ഉണ്ട്. ഒരു ഭയങ്കര ബഹളം ഇനി കുറച്ച് നേരം. അപ്പോൾ ഞാനത് എടുത്തിട്ട് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. 1 കിലോനാണ് ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ നമ്പർ ഉണ്ടല്ലോ, ഞാനതിന് ആഡ് ചെയ്യാം, എന്നെ കോൺടാക്റ്റ് ചെയ്യൂ. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ സോപ്പ് ബേസ് റെഡി ആയിട്ടുണ്ട്. സോപ്പ് അല്ല കേട്ടോ, ഇത് സോപ്പ് ബേസാണ്. അപ്പോൾ നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ. എൻ്റെ സോപ്പ് ബേസ് വാങ്ങണവർക്ക് 10 ml ഫ്രാഗ്രൻസും 1 ഗ്രാം കളറും ഫ്രീ ആണ് കേട്ടോ.